സുദിനം എന്ന് പറയുന്ന ഒരു സിനിമ ലാൽ ജോസ് ആയിരുന്നു അതിൻ്റെ അസോസിയേറ്റ്. അപ്പോൾ ആ ഒരു സിനിമയിൽ ശരിക്കും സിനിമ കണ്ടവർക്ക് അറിയാം, അതിൽ ജയറാമും മാധവിയും സുധീഷും ഒക്കെ പ്രധാന റോള് ചെയ്യണം. അപ്പം അന്ന് സുധീഷ് മൺചിത്രത്താഴ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ തിരക്കായിട്ട് ആ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ഇതിലേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ റോളിന്ന് ദിലീപിന് കൊടുക്കാം എന്ന് ലാൽ ജോസ് മനസ്സിൽ വിചാരിച്ചിരുന്ന സമയത്ത് സുധീഷ് വന്നു. പക്ഷെ സുധീഷ് വന്നിട്ട് അതിൽ സുധീഷിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ക്യാരക്ടറിൽ ദിലീപിനെ ആ റോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഈ സുഹൃത്തുക്കളും ഇവരൊക്കെ തന്നെ സഹായിച്ചിട്ടുണ്ട്, ലാൽ ജോസൊക്കെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് മാനത്തെ കൊട്ടാരം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എത്തുന്നത്. അപ്പോൾ മാനത്തെ കൊട്ടാരം എന്ന് പറഞ്ഞൊരു സിനിമ അന്ന് ഇതേപോലെ തന്നെ പ്ലാൻ ചെയ്യുമ്പോൾ അന്ന് മമ്മൂക്കയാണ് അതിൽ മാനത്തെ കൊട്ടാരത്തിൻ്റെ വൺ ഓഫ് ദി റൈറ്റേഴ്സായ അൻസാർ കലാഭവൻ മമ്മൂക്കയുടെ ഒരു സുഹൃത്താണ്. അൻസാർ കലാഭവന് മമ്മൂക്ക ഒക്കെ സജഷനൊക്കെ, അത് സൈന്യം കഴിഞ്ഞ ശേഷമാണ് മമ്മൂക്കൊക്കെ ദിലീപിൽ ഒരു കോൺഫിഡൻസ് വന്നത്. അങ്ങനെ ഇവരൊക്കെ കൂടി റെഫർ ചെയ്തിട്ടാണ് മാനത്തെ കൊട്ടാരത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ മാനത്തെ കൊട്ടാരത്തിലും ദിലീപും അന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഷിയാസും ഒക്കെ ആയിരുന്നു. പിന്നീട് ഷിയാസിനെ മാറിയിട്ടാണ് നാദൃശ വരുന്നത്. പിന്നെ ഹരിശ്രീ അശോകനുണ്ട്, ഇന്ദ്രൻസ് ഉണ്ട്, നമുക്കറിയാം സുരേഷ് ഗോപി, ഖുഷ്ബു എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇത്രയും ഈ സിനിമകളിലൂടെ വന്ന് മാനത്തെ കൊട്ടാരം കഴിഞ്ഞ ശേഷമാണ് പിന്നീട് നമുക്കറിയാം അതിനുശേഷം ഉണ്ടായ ദിലീപിൻ്റെ ഒരു വളർച്ച. അപ്പോൾ ആ ഒരു 94 ഒരു ഡിസംബറോട് കൂടിയാണ് മാനത്തെ കൊട്ടാരം റിലീസാകുന്നത്. ഇപ്പോൾ ഏകദേശം 31 വർഷമാറായി മാനത്തെ കൊട്ടാരം റിലീസാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മാനത്തെ കൊട്ടാരം, അതുപോലെ തന്നെ ബാബു ആൻ്റിയുടെ കമ്പോളം എന്ന് പറയുന്ന ഒരു സിനിമ, പിന്നെ സുഹൃതം ആ ഒരു ക്രിസ്മസ് സീസൺ ആയിരുന്നു എന്നാണ് ഓർമ്മ. അങ്ങനെ കുറേ സിനിമകൾ ഇറങ്ങിയിരുന്നു. മാനത്തെ കൊട്ടാരം ഒന്ന് ഹിറ്റായി, ദിലീപിൻ്റെ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെട്ടു, ദിലീപും ശ്രദ്ധിക്കപ്പെട്ടു. അവിടെ അങ്ങോട്ട് പിന്നെ 95 വർഷമൊക്കെ ആയപ്പോൾ ദിലീപിന് കുറച്ചും കൂടി നായകതുല്യമായിട്ടുള്ള കുറേ കൂടി സിനിമകളൊക്കെ കിട്ടി.